Welcome to my YouTube channel Code Learner. Last video നമ്മൾ ഒരു ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഒരു ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാം ആ ഫംഗ്ഷനകത്തോട്ട് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു വേരിയബിൾ എങ്ങനെ പാസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ടേംസ് ആർഗ്യുമെൻറ്റ്സ് എന്താണ് പാരാമീറ്റർ എന്താണ് ഇതെല്ലാം ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫംഗ്ഷനുള്ളിലോട്ട് ഒരു അറേ എങ്ങനെ പാസ് ചെയ്യാം എന്നുള്ളത്. നിങ്ങൾക്കറിയാം ഒരു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈപ്പായിട്ടുള്ള വാല്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ് അറേ. അപ്പോൾ ഒരു അറേക്കകത്ത് കുറേ വാല്യൂസ് ഉണ്ടായിരിക്കും. ആ വാല്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷനുള്ളിലോട്ട് എങ്ങനെ പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അറേസ് ക്യാൻ ബി പാസ്ഡ് ടു എ ഫംഗ്ഷൻ ലൈക്ക് സിമ്പിൾ വേരിയബിൾസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അറേ ഒരു ഫംഗ്ഷനുള്ളിലോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാം. മെയിനായിട്ട് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അറേ ഒരു ഫംഗ്ഷനുള്ളിലോട്ട് പാസ് ചെയ്യാം. ഒന്ന് ആ അറേക്കകത്തുള്ള ഓരോ വാല്യൂസും അല്ലെങ്കിൽ ഓരോ ലൊക്കേഷനും ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യാം ഫംഗ്ഷനുള്ളിലോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് ആ എൻറ്റയർ അറേ കംപ്ലീറ്റ് ആയിട്ട് ആ ഫംഗ്ഷനുള്ളിലോട്ട് പാസ് ചെയ്യാം. ആ രണ്ട് മെത്തേഡും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഈ ഒരു സാമ്പിൾ പ്രോഗ്രാം കാണിച്ചിട്ടുണ്ട്. ഈ സാമ്പിൾ പ്രോഗ്രാമിനകത്ത് നമ്മൾ എ എന്നുള്ളൊരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനെ 1 2 3 4 എന്നുള്ള 4 വാല്യൂസ് വെച്ച് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതൊരു പ്രോട്ടോടൈപ്പ് ഡെഫിനിഷനാണ്. ഫസ്റ്റ് ലൈന് കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെക്കൻഡ് ലൈനിൽ നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വിത്ത് ഇനീഷ്യലൈസേഷൻ. അതായത് 1 2 3 4 എന്നുള്ള 4 വാല്യൂസ് വെച്ച് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അറേയുടെ പേര് എ എന്നാണ്. ഇനി നമ്മളൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ അറേക്കകത്തുള്ള ഓരോ എലമെൻറ്റുകളെയാണ് അങ്ങോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വരും. ഇവിടുന്ന് അറേക്കകത്തുള്ള ഓരോ ലൊക്കേഷനിലുള്ള വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. എ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ഐൻ്റെ വാല്യൂ 0 ആണ്. സോ എ ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് ഫസ്റ്റ് പാസ് ചെയ്യുക. അപ്പോൾ ആ 1 എന്നുള്ള വാല്യൂനെ ഇവിടെ റിസീവ് ചെയ്യാൻ എക്സ് എന്നുള്ള വേരിയബിളിനകത്തോട്ടാണ് റിസീവ് ചെയ്യുന്നത്. സോ എക്സ് ഈക്വൽ ടു 1 ആയി. എന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇൻറ്റു എസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് 1 ഇൻറ്റു 1. ഇവിടെ ഫസ്റ്റ് 1 ആണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ 1 ഇൻറ്റു 1 എസ് ഈക്വൽ ടു 1. ദെൻ ആ 1 ഇവിടെ പ്രിന്റ് ചെയ്യും. ദെൻ കൺട്രോൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും. ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഐൻ്റെ വാല്യൂ ഇനീഷ്യലി 0 ആയിരുന്നു. ദെൻ ഐൻ്റെ വാല്യൂ 1 ആകും. സോ എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ സ്ക്വയർ ഓഫ് 2 ആണ് ഇങ്ങോട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുക. ദെൻ എസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4. സോ 4 ആണ് ഇവിടെ പ്രിന്റ് ചെയ്യുക. ദെൻ അഗെയിൻ കൺട്രോൾ ഇങ്ങോട്ട് വരും. അതിൻ്റെ വാല്യൂ 2 ആകും. സോ എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ സ്ക്വയർ ഓഫ് എ ഓഫ് 2 അതാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുക. സോ 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 9. ദെൻ 9 പ്രിന്റ് ചെയ്യും. ദെൻ അഗെയിൻ അതിൻ്റെ വാല്യൂ 3 ആകും. സോ എ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 4 ഇങ്ങോട്ട് പാസ് ചെയ്യും. സോ എസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 16. ആ 16 ഇവിടെ പ്രിന്റ് ചെയ്യും. സോ ഇൻ എഫക്റ്റ് ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ 1 4 9 16 ആയിരിക്കും ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഇവിടെ ഈ അറേക്കകത്തുള്ള ഓരോ എലമെൻറ്റുകളെയും ഇൻഡിവിജ്വലി ഇങ്ങോട്ട് പാസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. അടുത്ത മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഈ കംപ്ലീറ്റ് അറേയും അങ്ങോട്ട് പാസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. ഫംഗ്ഷൻ്റെ പേര് SQR എന്നാണ്. ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു അറേ ആണ് കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ദെൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് അറേ അതാണ് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ഇൻഡ് n. നമ്മളിവിടെ അറേ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എ ഓഫ് ഈക്വൽ ടു 1 2 3 4 സെയിം അറേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ SQR ഓഫ് A, 4. അപ്പോൾ ഇവിടെ ലൂപ്പ് യൂസ് ചെയ്യുന്നില്ല, പകരം ലൂപ്പ് യൂസ് ചെയ്യാണ്ട് ആ കംപ്ലീറ്റ് അറേ ഒന്നിച്ച് അങ്ങോട്ട് പാസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് അറേയുടെ പേരാണ് പറഞ്ഞു കൊടുത്തുള്ളത്. സെക്കൻഡ് ആർഗ്യുമെൻറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് അറേ. ഇനി കൺട്രോൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഡിക്ലറേഷന് ഇങ്ങനെ ആയിരിക്കണം. എക്സ് അതായത് അറേയുടെ പേര്, ദെൻ സിംപ്ലി ഒരു സ്ക്വയർ ബ്രാക്കറ്റ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഈ എക്കകത്തുള്ള കംപ്ലീറ്റ് വാല്യൂസ് ഈ എക്സ് എന്നുള്ള അറേയിലോട്ട് വരും. ദെൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് n ഈക്വൽ ടു 4 ആകും. ഇനി നമ്മൾ ഇതിനുള്ളിലാണ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, സ്ക്വയർ കണ്ടു. ആ സ്ക്വയർ പ്രിന്റ് ചെയ്യും. ഓരോ എലമെൻറ്റുകളുടെ സ്ക്വയർ കാണും.
അപ്പോൾ ഇവിടെ എലമെൻറ്റുകൾ ആക്സസ് ചെയ്യാൻ എക്സ് എന്നുള്ള അറേ ആണ്. ഇവിടെ ഈ ഒരു ഫംഗ്ഷനുള്ളിലൂടെ എത്തി കഴിയുമ്പോൾ അറേയുടെ പേര് എക്സ് എന്നായി മാറി. എനെ ഇങ്ങോട്ട് എക്സിലോട്ടാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. സോ എക്സ് ഓഫ് ഐ ഇൻറ്റു എക്സ് ഓഫ് ഐ. അങ്ങനെ ഓരോ എലമെൻറ്റുകളുടെ സ്ക്വയറാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അറേ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷനുള്ളിലോട്ട് പാസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇനി മൂന്നാമതൊരു മെത്തേഡ് ഉണ്ട്, അത് കോൾ ബൈ റെഫറൻസ് എന്ന് പറയും. അത് നമുക്ക് പിന്നീട് നോക്കാം. പോയിന്ററിന്റെ കൺസെപ്റ്റിലാണ് അത് വരുന്നത്, കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. ഇനി നമുക്ക് രണ്ട് എക്സാമ്പിളാണ് ചെയ്തു നോക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ എലമെന്റ്സ് ഇൻ ആൻ അറേ യൂസിങ് എ ഫംഗ്ഷൻ. അറേക്കകത്തുള്ള എല്ലാ എലമെന്റുകളുടെയും സ്ക്വയറുകളുടെ സമ്മ് കാണണം. സെക്കൻഡ് പ്രോഗ്രാം, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദി ബിഗസ്റ്റ് എലമെന്റ് ഇൻ ആൻ അറേ യൂസിങ് എ ഫംഗ്ഷൻ. അപ്പോൾ ഈ രണ്ട് പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്ക് രണ്ട് പ്രോഗ്രാം ഒന്ന് ചെയ്തു നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അറേ എലമെന്റ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്ത പോലെ തന്നെ, ഇതുവരെ പ്രോഗ്രാം ചെയ്ത പോലെ തന്നെ നമുക്ക് ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യാം. നമ്മുടെ മെയിൻ ഫംഗ്ഷനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള അറേനെ ഡിക്ലെയർ ചെയ്യാം. അറേയുടെ പേര് ഞാൻ തൽക്കാലം AF10 എന്നാണ് കൊടുക്കുന്നത്. ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ n. ദെൻ അറേയിലോട്ട് വാല്യൂസ് റീഡ് ചെയ്യേണ്ടി വരും. ഒരു ലൂപ്പ് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് I എന്നുള്ളൊരു വേരിയബിളിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി യൂസർ അടുത്ത് എത്ര എലമെന്റ്സ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ n-ന്റെ വാല്യൂ യൂസർ അടുത്ത് ഫസ്റ്റ് റീഡ് ചെയ്യാം. സോ ഹൗ മെനി എലമെന്റ്സ്, scan of %d, ampersand n, നമ്പർ ഓഫ് എലമെന്റ്സ് റീഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, എലമെന്റ്സ് അറേയിലോട്ട് ഇൻപുട്ട് ചെയ്യണം. സോ printf enter the elements. ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എലമെന്റ്സ് റീഡ് ചെയ്യാം. ഫോർ i equal to 0, i less than n, i plus plus, scanf %d, ampersand അറേയിലോട്ടാണ് വാല്യൂസ് റീഡ് ചെയ്യേണ്ടത്. സോ a of i. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അറേയിലോട്ട് വാല്യൂസ് പോപ്പുലേറ്റ് ആയി. ഇനി നമുക്ക് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാം. നമുക്ക് തൽക്കാലം ഫംഗ്ഷൻ്റെ പേര് സം സ്ക്വയർ എന്ന് കൊടുക്കാം. സം സ്ക്വയർ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് അറേ ആണ് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യേണ്ടത്. സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് അറേ. അപ്പോൾ ഈ രണ്ട് ആർഗ്യുമെൻ്റ് ആണ് നമ്മൾ ഫംഗ്ഷനുള്ളിലോട്ട് പാസ് ചെയ്യുന്നത്. നമുക്ക് ഫംഗ്ഷൻ ഇനി ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ റിട്ടേൺ ടൈപ്പ് ഇല്ല, വോയിഡ് ഫംഗ്ഷൻ്റെ പേര് സം സ്ക്വയർ എന്നാണ്. സം സ്ക്വയർ ആർഗ്യുമെൻ്റ് ആയിട്ട് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് വരുന്നത് ഒരു അറേ ആണ്. സോ നമുക്ക് അറേയുടെ പേര് ഇവിടെ തൽക്കാലം എക്സ് എന്ന് കൊടുക്കാം. സെയിം പേരിനെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, a of എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ തെറ്റൊന്നുമില്ല. ഞാൻ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് എന്നുള്ള പേര് കൊടുത്തത്. അതേപോലെ സെക്കൻഡ് ആർഗ്യുമെൻറ്റിനേക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് n. ഓക്കെ, അതായത് ഇവിടുന്ന് വരുന്ന n-നെ റിസീവ് ചെയ്യാൻ ഇവിടെ ഒരു n എന്നുള്ളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ഇനി ഇതിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. i എന്നുള്ളൊരു വേരിയബിൾ വേണം. അതേപോലെ നമുക്ക് സമ്മ് സ്ക്വയർ കാണേണ്ടി വരും. സോ അത് ഇനീഷ്യലി 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സം സ്ക്വയർ കാണാം, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എലമെന്റ്സ് കാണാം. സോ ഫോർ i ഈക്വൽ ടു 0 മുതൽ i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ്, സം ഈക്വൽ ടു ഓൾറെഡി സമ്മിനകത്ത് 0 ഉണ്ട്, അതേ പ്ലസ് അറേക്കകത്തുള്ള ഓരോ എലമെന്റുകളുടെ സ്ക്വയറുകളുടെ സമ്മാണ്. സോ എക്സ് ഓഫ് ഐ ഇൻറ്റു എക്സ് ഓഫ് ഐ. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, സമ്മിനകത്ത് സം ഓഫ് സ്ക്വയർ ഉണ്ടായിരിക്കും. സോ printf സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എലമെന്റ്സ് ഈസ് %d, ആ സമ്മാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഹൗ മെനി എലമെന്റ്സ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് 5 കൊടുത്ത് നോക്കാം. എൻ്റർ ദ എലമെന്റ്സ് 1 2 3 4 5. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എലമെന്റ്സ് ഈസ് 55 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് ഔട്ട്പുട്ടാണ്. അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, അതിൻ്റെ സമ്മ് 55 ആണ് ഔട്ട്പുട്ട് വരിക. ഇവിടെ ലോജിക്ക് കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ എലമെന്റുകളുടെ സ്ക്വയർ കാണും, അത് ഈ സം എന്നുള്ള വേരിയബിളിനകത്തോട്ട് ആഡ് ചെയ്യും. ദെൻ ഫൈനലി അത് വാല്യൂ പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതേ പ്രോഗ്രാം സിൻടാക്സ് തന്നെ യൂസ് ചെയ്യാം, ഇതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടന്റ് ഒന്ന് മാറ്റാം. അതായത് അറേക്കകത്തുള്ള ബിഗ്ഗസ്റ്റ് എലമെന്റ് കാണാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഇതേപോലെ തന്നെയാണ്. നമ്പർ ഓഫ് എലമെന്റ്സ് റീഡ് ചെയ്യണം, അറയിലോട്ട് വാല്യൂസ് റീഡ് ചെയ്യണം. നമുക്ക് ബിഗ്ഗസ്റ്റ് എലമെന്റ് ആണ് കാണേണ്ടത്. തൽക്കാലം ഞാൻ ഫംഗ്ഷന്റെ പേരൊന്ന് മാറ്റുകയാണ്. ഫൈൻഡ് ബിഗ് എന്ന് കൊടുക്കാം. ഫൈൻഡ് ബിഗ്. അറേ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യണം. ഇവിടെ ഫംഗ്ഷന്റെ പേര് ഫൈൻഡ് ബിഗ് എന്നാണ്. ഫൈൻഡ് ബിഗ്. അറേ ഇവിടെ റീഡ് ചെയ്യും. ദെൻ നമ്പർ ഓഫ് എലമെന്റ്സും റീഡായി. ഇനി നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യാം. നമുക്കൊരു ഐ എന്നുള്ള വേരിയബിൾ വേണം. നമ്മൾ ഇനീഷ്യലി ഒരു ബിഗ് എന്നുള്ള വേരിയബിൾ ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. അറേക്കകത്തുള്ള ഫസ്റ്റ് എലമെന്റിനെ ബിഗ്ഗസ്റ്റ് എലമെന്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യാം. എന്നിട്ട് ഈ എലമെന്റിനെ ബാക്കിയുള്ള എലമെന്റുകളായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോജിക്ക്. അതായത് അറേക്കകത്തുള്ള ഫസ്റ്റ് എലമെന്റ് പറഞ്ഞാൽ എക്സ് ഓഫ് 0 ആയിരിക്കും, 0th ഇൻഡെക്സിലുള്ള വാല്യൂ. അതിന് നമ്മൾ ബിഗ് ആയിട്ട് അസ്യൂം ചെയ്യുക. ഇനി നമ്മളൊരു ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഐട്രേറ്റ് ചെയ്യണം. ലൂപ്പിനെ ഈ ഒരു അറേനെ ഐട്രേറ്റ് ചെയ്യാം. അതിനാണ് ഐ എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യുന്നത്. സോ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ എൻ വരെ പോകണം, ഐ പ്ലസ് പ്ലസ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈഫ് കണ്ടീഷൻ കൊടുക്കാം. എക്സ് ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ബിഗ് ആണെങ്കിൽ, ഇനീഷ്യലി നമ്മുടെ ഫസ്റ്റ് എലമെന്റ് ബിഗ്ഗസ്റ്റ് എലമെന്റ് ആണെന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ എക്സ് ഓഫ് 0 എന്നാൽ ഫസ്റ്റ് എലമെന്റ് തന്നെയാണ്. അതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്തതിൽ അർത്ഥമില്ല, പക്ഷെ നമുക്കത് കമ്പയർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ്ഗസ്റ്റ് ഈക്വൽ ടു ആ എലമെന്റിനെ ആക്കി വെക്കുക. ബിഗ് ഈക്വൽ ടു എക്സ് ഓഫ് ഐ. ഓക്കെ, ഇനി അടുത്ത ഐട്രേഷൻ വരുമ്പോൾ ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. സോ എക്സ് ഓഫ് 1, അതായത് അടുത്ത ഇൻഡെക്സിലുള്ള അടുത്ത പൊസിഷനിലുള്ള വാല്യൂ ഇപ്പോൾ ഓൾറെഡി ബിഗിനകത്തുള്ള വാല്യൂ അതിനേക്കാളും വലിയ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ബിഗ്ഗസ്റ്റ് എലമെന്റ് ആക്കുക. സോ ബിഗ് ഈക്വൽ ടു എക്സ് ഓഫ് ഐ ആക്കുക. അപ്പോൾ ഈ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ബിഗ്ഗസ്റ്റ് എലമെന്റ് ബിഗ് എന്നുള്ള വേരിയബിളിനകത്ത് ഉണ്ടായിരിക്കും. സോ പ്രിന്റ് ഓഫ് the biggest element in the array is %d, big. ഇതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എറർ ഉണ്ട്, ഇവിടെ സെമിക്കോളൻ മിസ്സിംഗ് ആണ്. ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. സോ എൻ്റർ ഹൗ മെനി എലമെന്റ്സ്. നമുക്ക് തൽക്കാലം 5 എലമെന്റ് കൊടുക്കാം. എലമെന്റ്സ് എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. 6, 2, 4, 9, 7. The biggest element in the array is 9. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. വളരെ സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.